ഓണം അടുത്തു വരുന്നു. നമ്മുടെ കുറച്ച് വാഴക്കുലകളൊക്കെ പാകമായി. വാഴയിൽ നിന്ന് തന്നെ പഴുത്തിരിക്കുന്നു. അത് ഇന്ന് വെട്ടും. അതുപോലെ തന്നെ 2-3 വേറെ കുലകൾ കൂടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടെ വെട്ടി വെക്കുവാണ്. അത് ഓൾമോസ്റ്റ് റൈപ്പണായി. പഴുത്തിട്ടില്ല, പക്ഷേ പഴുക്കാനായിരിക്കുന്നു. നിയർ ടു റൈപ്പൺ. അപ്പോൾ അതും വെട്ടി വെക്കുവാണ്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാട്ടുപക്ഷികൾ വന്ന് പറിച്ചിട്ട് പോകും. കുറച്ചൊക്കെ ഓർഡർ തന്ന ആൾക്കാർ വന്ന് എടുത്തിട്ട് കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ള വാഴക്കുലകൾ വെട്ടി വെക്കുകയാണ്. ഇന്നിപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് സമയം കിട്ടിയതനുസരിച്ച് 3-4 കുലകൾ വെട്ടി വെച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പഴുക്കും. പെട്ടെന്ന് തന്നെ പഴുക്കും. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കളർ മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ കൃഷിയെക്കുറിച്ച് എനിക്ക് വലിയ അവഗാഹം ഇല്ലാത്തൊരു വ്യക്തിയാണ്. പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഴുക്കും എന്നുള്ള പ്രതീക്ഷയിൽ കുറച്ച് വാഴക്കുലകൾ വെട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് ചോദിച്ചിരുന്നു, അവർ ബുക്ക് ചെയ്തിരുന്നു, അവർക്ക് ഞാൻ കൊടുത്തു. പിന്നെ കുറച്ച് പേരൊക്കെ എന്താ പറയുക, ടൈം പാസ് എന്നുള്ള നിലയിൽ നമ്മളെ വിളിക്കും. എന്നിട്ട് ചേട്ടാ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്രസ്സൊന്നുമില്ല. കുഴപ്പമില്ല. അവരവരുടേതായ വഴികൾ, അവരുടേതായ രീതികൾ തുടരട്ടെ. നമ്മൾ നമ്മുടേതായ രീതികൾ തുടരുക. ഇതാണ് ഇന്ന് വെട്ടിവെച്ചിരിക്കുന്ന വാഴക്കുലകൾ. ഒരു 3:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ തുടങ്ങിയ പരിപാടികളാണ്. വാഴക്കുലകൾ വെട്ടിവെച്ചു. അതുപോലെ തന്നെ അതിൻ്റെ തടയുണ്ടല്ലോ, അതെല്ലാം വെട്ടി അതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ടു. കാരണം അത് നിർത്തുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കൃഷിയെക്കുറിച്ച് ഇവിടെ വന്നതിന് ശേഷം, ഈ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണ് കൃഷി ശരിക്കും സീരിയസ് ആയിട്ട് എടുക്കുന്നതും ചെയ്യുന്നതും. വീണ്ടും കാണാം. താങ്ക് യു.